തിരൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റം പ്രചാരണായുധമാക്കാൻ ഒരുങ്ങി ലീഗ്. താനൂരിലെ വികസനം ഉയർത്തിക്കാട്ടാൻ സിപിഎമ്മും തയ്യാറെടുപ്പിൽ. തിരൂരിൽ ഇത്തവണ പ്രചാരണവും പ്രവർത്തനങ്ങളും വീറും വാശിയും ഏറിയതാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മന്ത്രി അബ്ദുറഹ്മാൻ അവസാന മണിക്കൂറുകളിലെ നീക്കങ്ങളിലൂടെ താനൂരിലെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ച് തിരൂരിലേക്ക് ചേക്കേറിയത് ലീഗ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. നേരത്തെ വനിതാ സ്ഥാനാർത്ഥിയെയാണ് സിപിഎം രംഗത്തിറക്കുന്നതെന്ന് വാർത്തകളുണ്ടായിരുന്നു. അതിനാൽ മത്സരം പൊതുവിൽ എളുപ്പമാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു UDF. എന്നാൽ അബ്ദുറഹ്മാന്റെ കടന്നുവരവോടെ മണ്ഡലത്തിന്റെ മത്സരചിത്രം മാറി. വിജയം എളുപ്പമല്ലാത്ത നിലയിലേക്കാണ് അബ്ദുറഹ്മാന്റെ അപ്രതീക്ഷിത കടന്നുവരവ് UDFനെ എത്തിച്ചത്. അതിനാൽ പ്രചാരണത്തിൽ മണ്ഡലമാറ്റം പ്രധാന ആയുധമാക്കാനൊരുങ്ങുകയാണ് UDF കേന്ദ്രങ്ങൾ. 10 വർഷം നയിച്ച മണ്ഡലത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മണ്ഡലത്തിലേക്ക് ചേക്കേറി എന്നതാണ് ഇവർ ഉയർത്തിക്കാണിക്കുന്നത്. ഇത് താനൂരിൽ വികസനം സാധ്യമാകാത്ത ജാള്യത കൊണ്ടാണെന്നും താനൂരിൽ തോൽവി ഉറപ്പായതുകൊണ്ടാണെന്നുമാണ് UDF പ്രചരിപ്പിക്കുന്നത്. താനൂർ ബോട്ട് ദുരന്തവും അബ്ദുറഹ്മാനെതിരെയുള്ള പ്രചാരണായുധമാക്കുന്നുണ്ട്. തോൽവി ഭയന്നല്ല, സ്വന്തം മണ്ഡലത്തിൽ വികസനം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതിനാലാണ് മണ്ഡലം മാറുന്നതെന്ന് അബ്ദുറഹ്മാൻ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് മുഖവില കൊടുക്കാതെ അബ്ദുറഹ്മാനെതിരെ കടുത്ത ഭാഷയിൽ പ്രചാരണം ശക്തിപ്പെടുത്താനാണ് UDF ക്യാമ്പുകൾ തയ്യാറെടുക്കുന്നത്. തിരൂർ നഗരസഭയിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന വോട്ടറാണ് അബ്ദുറഹ്മാൻ. KPCC അംഗമായിരിക്കെയായിരുന്നു കോൺഗ്രസ് വിട്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയത്. കോൺഗ്രസ് ടിക്കറ്റിൽ 2 തവണ തിരൂർ നഗരസഭാ കൌൺസിലറായിട്ടുള്ള റഹ്മാൻ 1 തവണ നഗരസഭാ ഉപാധ്യക്ഷനുമായിരുന്നിട്ടുണ്ട്. തിരൂർ നഗരസഭയിൽ ഉൾപ്പെടെ വൻ ഭൂരിപക്ഷം നേടുമെന്നാണ് അബ്ദുറഹ്മാന്റെ കണക്കുകൂട്ടൽ. നേരത്തെ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം ഇടതുമുന്നണിക്കൊപ്പം കൂടിയത്. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. അന്ന് സ്വന്തം വാർഡ് പോലും റഹ്മാനൊപ്പം നിന്നിരുന്നില്ല. തിരൂർ നിയോജക മണ്ഡലത്തിലെ വോട്ട് നിലയിലും പിന്നിലായിരുന്നു. ഇവയെല്ലാം UDF പ്രചാരണത്തിൽ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തിനിടെ താനൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ അക്കമിട്ട് നിരത്തിയാണ് ഇടതുമുന്നണി ക്യാമ്പിന്റെ പ്രചാരണം. അരനൂറ്റാണ്ടിലേറെ കാലം ലീഗിന്റെ കുത്തകയായിരുന്ന മണ്ഡലത്തിൽ 10 വർഷത്തിനിടെ നടപ്പായ വികസനമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കുടിവെള്ള പദ്ധതി മുതൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണം വരെ ഇവരുടെ പട്ടികയിലുണ്ട്. ഗവൺമെന്റ് കോളേജ് കെട്ടിടം, താനൂർ ഫിഷറി സ്കൂളിലെ വാനനിരീക്ഷണ കേന്ദ്രം, ചെറിയമുണ്ടം ഗവൺമെന്റ് ITIക്ക് സ്വന്തം കെട്ടിടം തുടങ്ങിയ വിദ്യാഭ്യാസ മേഖലയിലെ വൻ പദ്ധതികളും പ്രചാരണത്തിൽ ഉയർത്തിക്കാണിക്കുന്നു. 50 വർഷം ലീഗിന് സാധിക്കാത്തത് 10 വർഷം കൊണ്ട് അബ്ദുറഹ്മാൻ നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് CPMന്റെ അവകാശം. ഇവ അക്കമിട്ട് നിരത്തുന്ന ലഘുലേഖകൾ ഉൾപ്പെടെ പ്രചാരണത്തിന് തയ്യാറാക്കുന്നുണ്ട്. അതിനാൽ മണ്ഡലം മാറ്റം വിവാദമാക്കാനുള്ള ശ്രമം വിജയിക്കില്ലെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. തിരൂരിന്റെ ചരിത്രത്തിൽ 1 തവണ മാത്രമാണ് CPMന് വിജയിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും മണ്ഡലം പിടിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല. ഇത്തവണ അബ്ദുറഹ്മാനിലൂടെ ആ സ്വപ്നം പൂവണിയുമെന്ന കനത്ത പ്രതീക്ഷ CPMനുണ്ട്. അതിനാൽ അരയും തലയും മുറുക്കി തിരഞ്ഞെടുപ്പ് കളത്തിൽ പ്രവർത്തിക്കാനാണ് പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. എഡിറ്റർ ലൈവ്, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.